മനോഹരമായ കഥ പറഞ്ഞു കൊണ്ടുപോയി ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന, ക്ലൈമാക്സ് കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഒ ഹെൻറിക്കുള്ളത്. ഒ ഹെൻറിയുടെ ദ ഡിസിപ്പേറ്റഡ് ജുവല്ലർ എന്നുള്ള ആ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മളിന്ന് പറയുന്നത്. ഭർത്താവിൻ്റെ അബദ്ധസഞ്ചാരം അന്വേഷിച്ച് നടന്ന യുവതിക്ക് സംഭവിച്ച ഒരു സംഭവമാണ് ഈ ഒരു കഥയിൽ ഒ ഹെൻറി നമ്മളോട് പറയുന്നത്. തോമസ് കീലിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൽ നിന്നാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. അദ്ദേഹം ഒരുപാട് കാലം ജോലി ചെയ്ത് ഏകദേശം $900 സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള കാലം വലിയ അധ്വാനമൊന്നുമില്ലാത്ത കുറച്ച് ജോലി ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ അദ്ദേഹം ഇതുവരെ സമ്പാദിച്ച $900 ഒരു ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടു. ബാക്കിയുള്ള ഡോളർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഹൂസ്റ്റൺ നഗരത്തിൽ ഒരു കുറ്റാന്വേഷക ബ്യൂറോ തുറന്നു. ഈ ഹൂസ്റ്റൺ നഗരത്തിലെ കുറ്റാന്വേഷക ബ്യൂറോ തുറക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളായിരുന്നു ഗബോറിയുടെയും അതേപോലെ സർ ആർത്തർ കോനൻ ഡോയിലിൻ്റെയൊക്കെ കുറ്റാന്വേഷക കഥകൾ. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകൾ എന്ന് പറയുന്നത് സർ ആർത്തർ കോനൻ ഡോയിലിൻ്റെ ഷെർലക് ഹോംസ് കഥകളായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇനിയുള്ള കാലം വലിയ അധ്വാനമൊന്നുമില്ലാതെ ചെറിയ തരത്തിലുള്ള കുറ്റാന്വേഷക ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ഹൂസ്റ്റൺ നഗരത്തിൽ താമസമാക്കാം എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് തോമസ് കീലിംഗ് എത്തുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു കുറ്റാന്വേഷക ബ്യൂറോ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. ഏകദേശം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ ഒരു ക്ലയൻറ്റ് വരുന്നത്. ഒരു യുവതി, സുന്ദരിയായ ഒരു യുവതി ഒരു കംപ്ലൈൻറ്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വന്നു. അവരുടെ പരാതി എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഭർത്താവ് ഒരു ജ്വല്ലറി നടത്തുകയാണ് ഹൂസ്റ്റൺ നഗരത്തിൽ. 5 വർഷത്തോളമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ദാമ്പത്യമൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 5 വർഷത്തിന് മുമ്പ് അവരുടെ ഭർത്താവായ ആ ജ്വല്ലറി ഉടമയ്ക്ക് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ഒരു ബന്ധമുണ്ടായിരുന്നു. പക്ഷേ അത് ഒക്കെ അന്ന് അവസാനിപ്പിച്ച് അതിനുശേഷമാണ് ഈ ഒരു യുവതിയെ വിവാഹം കഴിച്ചത്. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ പഴയ പെൺകുട്ടി ഇപ്പോൾ ഹൂസ്റ്റൺ നഗരത്തിലേക്ക് താമസം മാറ്റി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ഒരു പെൺകുട്ടി ഹൂസ്റ്റൺ നഗരത്തിലുള്ള ഭർത്താവിൻ്റെ ജ്വല്ലറിയിൽ ഭർത്താവിനെ കാണാൻ വരുന്നുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്, അവരെന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വിവരങ്ങളൊക്കെ ഈ യുവതിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കണം, എന്നിട്ട് തനിക്ക് അതിൻ്റെ തെളിവ്, വ്യക്തമായ തെളിവ് തനിക്ക് കിട്ടണം എന്നൊക്കെ ആ ഒരു യുവതി പറഞ്ഞു. അപ്പോൾ തോമസ് കീലിംഗ് ഈ ഒരു കേസ് ഏറ്റെടുത്തു. ആദ്യത്തെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് താങ്കൾ നാളെ വൈകുന്നേരം 4 മണിക്ക് തൻ്റെ ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു യുവതിയെ തോമസ് കീലിംഗ് തിരിച്ചയച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ തോമസ് കീലിംഗ് തൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഹൂസ്റ്റൺ നഗരത്തിലേക്ക് പോയി ആ ജ്വല്ലറിയുടെ മുൻവശത്തോടു കൂടി ആരും ശ്രദ്ധിക്കാത്ത തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ തുടങ്ങി. ഏകദേശം ഉച്ചയ്ക്ക് ശേഷമായ സമയത്ത് ഒരു പെൺകുട്ടി ആ ഒരു ജ്വല്ലറിയിലേക്ക് നടന്നു പോവുകയും ജ്വല്ലറി ഉടമയുമായിട്ട് ഒരുപാട് നേരം സംസാരിക്കുകയും ഒക്കെ ചെയ്തു. സംസാരത്തിന് ശേഷം ജ്വല്ലറി ഉടമ ഏതാനും ഡോളറുകൾ അവരുടെ കൈവശം കൊടുത്തു. അതുമായിട്ട് ആ പെൺകുട്ടി ഇറങ്ങിപ്പോവുകയും ചെയ്തു. വൈകുന്നേരമായപ്പം തൻ്റെ ഓഫീസിലേക്ക് എത്തിയ തോമസ് കീലിംഗ് യുവതി വന്ന സമയത്ത് ഈ വിവരങ്ങളൊക്കെ ആ ഒരു യുവതിയെ ധരിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ട് ആ ഒരു യുവതി ആത്മഗതം പറയാൻ തുടങ്ങി. എന്തൊരു നശിച്ച സ്ത്രീയാണവൾ, എന്തിനാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ആത്മഗതം പറയാൻ തുടങ്ങി. പിന്നീട് ആ യുവതി പറഞ്ഞു, എനിക്ക് ശക്തമായ തെളിവുകൾ ഇനിയും കിട്ടണം, അതിനുവേണ്ടി താങ്കൾ ഇനിയും ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങണം എന്ന് പറഞ്ഞു. $20 കൂടി തോമസ് കീലിംഗിന് ആ യുവതി നൽകുകയും ചെയ്തു. പിറ്റേന്ന് വീണ്ടും തോമസ് കീലിംഗ് ഹൂസ്റ്റൺ നഗരത്തിലേക്ക് പോയി ആ ജ്വല്ലറിയുടെ മുൻപിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലക്ഷ്യമായിട്ട് നടക്കാൻ തുടങ്ങി. വൈകുന്നേരമായപ്പോഴേക്ക് ആ പെൺകുട്ടി വീണ്ടും വന്നു. അവരുമായി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. തോമസ് കീലിംഗ് സാധനങ്ങൾ വാങ്ങാൻ എന്ന് വ്യാജേന ആ ഒരു ജ്വല്ലറിയുടെ ഉള്ളിൽ കയറിപ്പറ്റി. അങ്ങനെ അവരുടെ സംഭാഷണം വ്യക്തമായി കേൾക്കാൻ തക്ക രൂപത്തിൽ അവരുടെ അടുത്തു തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ സംഭാഷണം തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയും കടയ ഉടമയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ പിറ്റേന്ന് രാത്രി നമുക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഹൂസ്റ്റൺ നഗരത്തിലെ പ്രസിദ്ധമായ ഒരു ഹോട്ടലിലേക്ക് പോകാം എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. പെൺകുട്ടി പറയുന്നു, ആദ്യം ഞാൻ ഈ ഒരു കടയിലേക്ക് വരാം, വന്നിട്ട് നമുക്ക് ഒന്നിച്ച് രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകാം എന്ന് പറഞ്ഞു. പോകുന്ന സമയത്ത് വീണ്ടും ഏതാനും ഡോളറുകൾ ആ പെൺകുട്ടി അവർ നൽകുകയും ചെയ്തു. ഇതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ തോമസ് കീലിംഗ് തൻ്റെ ഓഫീസിലെത്തി ബാക്കി വിവരങ്ങൾ അറിയാൻ വന്ന യുവതിയോട് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ യുവതി പറഞ്ഞു, ഇത് ശക്തമായ തെളിവാണ്, നമുക്ക് അവരുടെ ഈ ഒരു കൂടിക്കാഴ്ച, നാളത്തെ കൂടിക്കാഴ്ച നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നല്ലൊരു
തെളിവ് സാക്ഷിയെ കൂടി കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ഈ ഒരു തെളിവ് സാക്ഷിയെ കോടതിക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് തനിക്ക് ഡിവോഴ്സ് നേടാം എന്ന് പറഞ്ഞു. അതിന് ശക്തമായ ഒരു തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു യുവതി ഒരു സജഷൻ മുന്നോട്ട് വെച്ചു. അതായത് ആ നാട്ടിലൊരു കാവൽക്കാരനായ ഒരു പോലീസുകാരുണ്ട്, അവരെ നമുക്ക് തെളിവ് സാക്ഷിയായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ തോമസ് കീലിംഗ് ആ പോലീസുകാരനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞു, ആ ജ്വല്ലറിയുടെ ഉടമയോ അയാൾ നല്ല ആളാണല്ലോ, ചാൾസ്, എനിക്കറിയാമല്ലോ, വളരെ മാന്യനാണല്ലോ, അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ അവർ അത്ഭുതം കൂറി. അങ്ങനെ ആ പോലീസുകാരെ സംബന്ധിച്ചു, ആയിക്കോട്ടെ തെളിവ് സാക്ഷിയായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാത്രി അവർ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയത്ത് ആ യുവതിക്ക് കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി മറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറിക്ക് ഉള്ളിൽ കയറിപ്പറ്റണം. അതിന് വേണ്ടിയിട്ട് പിന്നിലുള്ള ഒരു ഡോറുണ്ട്, ആ ഡോറ് പതിയെ തുറന്നുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചാവി കൊണ്ട് തുറന്നുകൊണ്ട് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി അവർ പദ്ധതിയിട്ടു. അങ്ങനെ പിറ്റേന്ന് രാത്രിയായ സമയത്ത് തോമസ് കീലിംഗ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ആ യുവതിയും കൊണ്ട് അതിൻ്റെ പിന്നിലേക്ക് പോയി. അങ്ങനെ ഈ ഒരു ജ്വല്ലറിയുടെ പിൻഭാഗത്തു കൂടി അവർ ജ്വല്ലറിയുടെ പിൻവശത്തിലേക്ക് കയറി ആ യുവതിയെ അതിൻ്റെ ഉള്ളിലേക്ക് അവർ തള്ളിവിട്ടു. അതിനുശേഷം തോമസ് കീലിംഗ് പോലീസുകാരനെ വിളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ പോലീസുകാരൻ്റെ അടുത്ത് പോയി പോലീസുകാരനെ കൂട്ടിക്കൊണ്ട് ജ്വല്ലറിയുടെ മുമ്പിലേക്ക് വന്നു. പോലീസുകാരനോട് തോമസ് കീലിംഗ് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പദ്ധതികളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുന്നുണ്ട്, യുവതിയെ പിൻവശത്തുകൂടി ജ്വല്ലറിയുടെ ഉള്ളിലേക്ക് ഞാൻ കടത്തി വിട്ടിട്ടുണ്ട്, ഇനി നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പോലീസുകാരനുമായിട്ട് ജ്വല്ലറിയുടെ മുൻവശത്തേക്ക് എത്തിയ സമയത്ത് തോമസ് കീലിംഗ് പറഞ്ഞു, കണ്ടില്ലേ ആ പെൺകുട്ടിയുമായിട്ട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റേ യുവതി പിന്നിലാണുള്ളത്, ഒളിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോലീസുകാരൻ പറഞ്ഞു, ആ ജ്വല്ലറി ഉടമ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയാണല്ലോ അവരുടെ ഭാര്യ, അത് അവരുടെ ഭാര്യ തന്നെയാണല്ലോ, പിന്നെ ഏത് യുവതിയെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, തോമസ് കീലിങ്ങിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റുമായിട്ട് വന്ന ആ ഒരു യുവതി യഥാർത്ഥത്തിൽ ഒരു മോഷ്ടാവായിരുന്നു. അതായത് പെൺവേഷം കെട്ടാനറിയുന്ന സ്ത്രീകളെ അതേ സംസാര ശൈലി ചെയ്യാൻ പറ്റുന്ന, അവർ സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കാൻ പറ്റുന്ന ജെയിംസ് എച്ച് മിംഗിൾസ് എന്ന് പറഞ്ഞ ഒരു പിടികിട്ടാപ്പുള്ളിയായ ഒരു മോഷ്ടാവായിരുന്നു ആ ഒരു യുവതിയായിട്ട് വന്നത്. വളരെ സമർത്ഥമായിട്ട് തോമസ് കീലിങ്ങിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റുമായിട്ട് വരികയും വളരെ സമർത്ഥമായിട്ട് തോമസ് കീലിങ്ങിനെ കബളിപ്പിച്ചുകൊണ്ട് തോമസ് കീലിങ്ങിനെ കൊണ്ട് തന്നെ പിൻവശത്തെ ഡോറ് തുറപ്പിച്ചുകൊണ്ട് ഉള്ളിൽ കയറി ഏതാനും അവിടെയുള്ള രത്നങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയുകയും ചെയ്തു ജെയിംസ് എച്ച് മിഗിൾസ്. പിന്നീട് തൻ്റെ ഓഫീസിലെത്തി കുറ്റാന്വേഷണങ്ങളുടെ ഒരു ആൽബം പരിശോധിച്ച സമയത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്ത കുറ്റവാളികളുടെ ഒരു ലിസ്റ്റ് ഫോട്ടോ സഹിതം അദ്ദേഹത്തിൻ്റെ ആൽബത്തിലുണ്ടായിരുന്നു. ജെയിംസ് എച്ച് മിഗിൾസ് ഹൂസ്റ്റണിലും അതേപോലെ മറ്റു നഗരങ്ങളിലൊക്കെ പിടികിട്ടാപ്പുള്ളിയായിട്ട് നടക്കുന്ന, പെൺവേഷം കെട്ടി നടക്കുന്ന ഒരു കുപ്രസിദ്ധനായ മോഷ്ടാവ് ജെയിംസ് എച്ച് മിഗിൾസ് എന്ന ആൽബത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സംഭവത്തോടു കൂടി തോമസ് കീലിങ്ങിന് തൻ്റെ സമ്പാദ്യമായ $900 നിന്നും ഏകദേശം $800 നഷ്ടപരിഹാരമായിട്ട് ജ്വല്ലറി ഉടമയ്ക്ക് കൊടുക്കേണ്ടി വന്നു. പിന്നീട് തോമസ് കീലിംഗ് തൻ്റെ കുറ്റാന്വേഷക ബ്യൂറോ തൽക്കാലം അടച്ചുകൊണ്ട് ഹൂസ്റ്റൺ നഗരത്തിനോട് അദ്ദേഹം ഗുഡ് ബൈ പറഞ്ഞു. ഇതാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി. നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓ ഹെൻറിയുടെ മറ്റു കഥകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.